എല്ലാവർക്കും നമസ്കാരം. PSC PYQ എന്ന എൻ്റെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. നിലവിൽ ഞാൻ PSCയുടെ 2 റാങ്ക് ലിസ്റ്റിലുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്ത് ജോലി ചെയ്തു വരികയാണിപ്പോൾ. ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടത് എങ്ങനെ, എൻ്റെ സെൽഫ് സ്റ്റഡി മെത്തേഡ് എങ്ങനെയാണ്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ ദിവസവും 1 മണിക്കൂർ എങ്കിലും പഠിക്കുക. ഏറ്റവും മിനിമമാണ് 1 മണിക്കൂർ. ഞാനൊക്കെ 1 മണിക്കൂർ മുതൽ ഒരു 4-5 മണിക്കൂർ വരെ ദിവസം പഠിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി നമ്മളെപ്പോഴും ടച്ച് വിടാതിരിക്കാൻ ഉപകരിക്കും. രണ്ടാമതായി സിലബസ് മനസ്സിലാക്കി പഠിക്കുക. അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. കാരണം പല മെറ്റീരിയലിൽ നിന്നും പലതും പഠിച്ച് PSC എക്സാം എഴുതിയിട്ട് കാര്യമില്ല. മറിച്ച് വ്യക്തമായ പ്ലാനോടുകൂടി നമ്മൾ പഠിക്കണം. അതിനായി സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. മൂന്നാമത്തെ കാര്യം SCERT NCERT ബുക്കുകൾ പഠിക്കുക. PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ജോലി കിട്ടാൻ ഏറ്റവും ഉപകരിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. SCERT ബുക്കുകൾ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളോട് മേടിച്ച് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചോ നമുക്ക് പഠിക്കാം. നാലാമതായി PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ PYQവും ഒരു 2020 മുതൽ 2025 വരെ ലഭ്യമായിട്ടുള്ള എല്ലാ PYQ ചെയ്തു നോക്കുക. അതിൻ്റെ അനുബന്ധം കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഒരു ചോദ്യം, അതിൻ്റെ 4 ഓപ്ഷൻ, ആ 4 ഓപ്ഷൻ്റെയും അനുബന്ധം കൂടി പഠിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇത് ഏറ്റവും തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ്, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഏത് നിലവാരത്തിലാണ് ഉള്ളതെന്ന് നമുക്കേ അറിയാൻ കഴിയുള്ളൂ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, GK, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ പലതിലും മുന്നിലും പിന്നിലും ആവാം നമ്മൾ. ഏതാണോ നമ്മുടെ വീക്ക് ഏരിയ അതിന് സമയം കണ്ടെത്തി കൂടുതൽ നേരം പഠിക്കുക. ടൈം ടേബിളിൽ എല്ലാ സബ്ജക്റ്റിനും നിശ്ചിത സമയം ഒതുക്കുക. ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്, കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷാ ഹാളിൽ ടെൻഷൻ അടിച്ച് പരീക്ഷ കുളമാക്കാതെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി, ധൈര്യത്തോടു കൂടിയിട്ട് എനിക്കറിയാം എല്ലാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എഴുതുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിലവിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 5-6 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സഹായിച്ച 5-6 കാര്യങ്ങളാണ് ഇത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.